ഭയപ്പെട്ടു ട്രംപും നമ്മുടെ നെതന്യാഹുവും. അവരെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചത് കഴിഞ്ഞ ദിവസത്തെ ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തിൽ റഷ്യയും ചൈനയും ഉറച്ചു നിന്ന് വീറ്റോ പ്രയോഗിച്ചതാണ്. ചെറിയ വീറ്റോ അല്ല, ചില നിലപാടുകളുടെ വീറ്റോ, പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പുള്ള വീറ്റോ. ഇപ്പോൾ ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ഭയമെന്താണ്? ഈ യുദ്ധത്തെ വിലയിരുത്തിയ അൽ ജസീറയുടെ മിഡിൽ ഈസ്റ്റ് ലേഖകന്മാർ വിശദമായി പലതവണ നടത്തിയ ചർച്ചകളിലൂടെ അവരിൽ നിന്ന് രൂപപ്പെട്ട ചിന്തകളാണ് ഞാൻ പങ്കുവെക്കുന്നത്. ട്രംപ് ഈ ഘട്ടത്തിൽ ഭയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ട്രംപിന് അൺകണ്ടീഷണലായി ഈ യുദ്ധത്തിൽ നിന്ന് തലയൂരിക്കൊണ്ട് പോകാനാണ് ഇഷ്ടം. പക്ഷേ അങ്ങനെ അൺകണ്ടീഷണലായി ഊരിക്കൊണ്ട് പോകാൻ ട്രംപിന് കഴിയില്ല. അത് കഴിയാത്തത് അങ്ങനെ പറഞ്ഞിട്ട് ഒരിക്കലും നവംബറിലെ തിരഞ്ഞെടുപ്പ് ട്രംപിന് നേരിടാനാവില്ല, ഇംപീച്ച്മെൻറ്റ് നേരിടാനാവില്ല. അങ്ങനെയുള്ള ഒരുപാട് വെല്ലുവിളികൾ ട്രംപിൻ്റെ മുന്നിലുണ്ട്. ട്രംപിന് ഒരു നെഗോസിയേഷനെ ഭയമാണ്. നെഗോസിയേഷനെ എന്തുകൊണ്ട് ഭയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഏകപക്ഷീയമായ ഒരു കരാറുമായി ഇറാനെ പൂട്ടാനാവില്ല. ഇറാൻ വെക്കുന്ന നിബന്ധനകൾക്ക് കൂടി വഴങ്ങേണ്ടി വരും. ഏത് നിബന്ധനയും അങ്ങനെ വഴങ്ങേണ്ടി വന്നാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സമ്പൂർണ്ണ തകർച്ചയാണ്. ആ സമ്പൂർണ്ണ തകർച്ച സഹിക്കാനാവതല്ല. അതുകൊണ്ടാണ് ട്രംപ് ചില സൂചനകൾ നൽകുന്നത്. ഹോർമുസ് കടലിടുക്ക് അതൊരു ടോൾ പോലെ സാമ്പത്തിക സംഗതിയായി ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഞങ്ങളും അതിൽ പങ്കാളിയാവും. അതുപോലെ തന്നെ ഇറാൻ വളരെ വേഗത്തിൽ പുനർനിർമ്മാണം തുടങ്ങിക്കൊള്ളൂ, അതിന് എല്ലാവിധമായ പിന്തുണയും നൽകും എന്നൊക്കെ പറയുന്ന ട്രംപിൻ്റെ ആ മാനസികാവസ്ഥയുണ്ടല്ലോ, അത് ഇന്നലെ വരെ ഒരു സംസ്കൃതിയെ തുടച്ചു മാറ്റുമെന്ന് വമ്പും വീമ്പും ഇളക്കിയ ഒരു ഭരണാധികാരിയുടെ മാനസികാവസ്ഥയല്ല. മറിച്ച് എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും തലയിൽ വെച്ച് ആണും പെണ്ണും കെട്ട ഒരു പ്രധാനമന്ത്രിയെ കണ്ടെത്തി അയാളുടെ തലയിൽ വെച്ച് ഇതെങ്ങനെങ്കിലും അവസാനിപ്പിച്ചതിൻ്റെ ഒരു ആശ്വാസമാണ് ട്രംപിനുള്ളത്. ആ സീസ് ഫയർ പ്രഖ്യാപനം നടത്തിയ ശേഷം ട്രംപ് മലർന്നൊന്ന് കിടന്ന് ഒരു ദീർഘനിശ്വാസം വിട്ടിട്ടുണ്ടാവും. കാരണം അത്രമേൽ അയാൾക്ക് പൊള്ളിയിട്ടുണ്ട്. അത്രമേൽ പിന്തിരിഞ്ഞോടാൻ കഴിയാത്തവണ്ണം അയാൾ പെട്ടുപോയിരിക്കുന്നു. ചില കുടത്തിനകത്ത് തലപെട്ടുപോയതോ, മരം മുറിക്കുന്ന ചില മനുഷ്യർ അതിൻ്റെ മുറി എവിടെയാണെന്നറിയാതെ അതിൻ്റെ പുറത്ത് കയറിയിരുന്ന് മുറിച്ച് ഒടുവിൽ എന്തോ സംഭവിച്ചതുപോലെ പെട്ടുപോയി ശരിക്കും ട്രംപിന് ഒരു നെഗോസിയേഷൻ ഭയമാണ്. അത്തരമൊരു നെഗോസിയേഷനോ എഗ്രിമെൻറ്റിനോ വേണ്ടി ട്രംപ് നിർബന്ധിക്കുകയുമില്ല. അങ്ങനെ നിർബന്ധിച്ചാൽ ട്രംപ് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതാണ്. എന്താണ് നെതന്യാഹുവിൻ്റെ സ്ഥിതി? നെതന്യാഹുവിൻ്റെ സ്ഥിതി യഥാർത്ഥത്തിൽ അവിടുത്തെ പ്രതിപക്ഷം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒന്നും നേടാനാവാത്ത ഒരു യുദ്ധവിരാമം. എന്തിനാണ് സീസ് ഫയർ? എന്തിനാണ് തുടങ്ങിയത്? എന്താണ് നേടിയത്? ഇസ്രയേലിനകത്ത് തകർന്ന കെട്ടിടങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ധാരാളം കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ട്രംപ് തൻ്റെ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി യുദ്ധത്തിൻ്റെ ചിത്രങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നത് ഒരിക്കലും സംപ്രേഷണം ചെയ്യരുതെന്ന് ബ്രോഡ്ബാൻഡ് ഫ്രീക്വൻസി ഏജൻസികളെ തടഞ്ഞുകൊണ്ട്, ആ വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് സാറ്റലൈറ്റ് ഏജൻസികളെ തടഞ്ഞുകൊണ്ട് ട്രംപ് ഒരു ഉറപ്പും വാങ്ങിയിരുന്നു. കാരണം അത്രമേൽ അതിദയനീയമായിട്ടാണ് അടി അവിടെയെല്ലാം അടിച്ച് തകർത്ത് തരിപ്പണമാക്കിയത്. ആ അടിയുടെ ആഘാതം മാറാൻ തന്നെ നമ്മൾ സാധാരണ ചിലപ്പോൾ പറയുമല്ലേ, കുണ്ടി പൊളിഞ്ഞുപോയ ഒരവസ്ഥയിൽ ഇനി അത് രൂപപ്പെടുത്തിയെടുക്കാൻ തന്നെ ഒരുപാട് നാൾ വേണ്ടിവരും. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പ്രക്ഷോഭം കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ പൊടുന്നനെ നിർത്താനൊക്കാത്തത് കൊണ്ടാണ് ലെബനനിൽ ഞങ്ങൾ അടിക്കും, അവിടെ അടിക്കും, ഇവിടെ അടിക്കുമെന്നൊക്കെ പറഞ്ഞത്. അപ്പോഴും ഇറാൻ്റെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനി ലെബനനിൽ തൊട്ടാൽ അതേ നാണയത്തിൽ ടെല്ലവീവ് അടിച്ച് തകർക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. എന്നുവെച്ചാൽ ഇറാൻ ഈ സീസ് ഫയർ ഒരാശ്വാസമല്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം പോരാടാനിറങ്ങി എതിരാളി യാചിച്ച് വാങ്ങിയ ഒരു സീസ് ഫയർ മാത്രമാണ്. അവരാക്രമിക്കാൻ ഇനിയും തയ്യാറാണ് എന്ന് തോന്നിപ്പിക്കുന്നതാണ്. അതിനുശേഷവും അവർക്ക് നേരെ വരുന്ന എല്ലാ സംഗതികളെയും അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നത്. അല്ലെങ്കിൽ ഒരു നിലവിളിയാണ് ഇറാനിൽ നിന്ന് കേൾക്കേണ്ടത്, ഞങ്ങളതേ വീണ്ടും അടിക്കുന്നേ എന്ന നിലവിളി. പക്ഷേ അതല്ല ഇറാനിൽ നിന്ന് ഉയരുന്നത്. അതിൻ്റെ അർത്ഥം ഇറാൻ തയ്യാറായി തന്നെ നിൽക്കുന്നു എന്നാണ്. ഇതിലേക്കെല്ലാം വഴിതെളിച്ചത് ഐക്യരാഷ്ട്രസഭയിൽ ഒരു കുഞ്ഞൻ ബഹ്റൈനെ വെച്ച് ഹോർമുസ് കടലിടുക്ക് തുറക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം വന്നപ്പോൾ ആ പ്രമേയത്തെ ഒരുമിച്ച് ചൈനയും റഷ്യയും വീറ്റോ ചെയ്തത് കൃത്യമായ സൂചനയായിരുന്നു. ഇനിയും അങ്ങോട്ട് മുന്നോട്ട് നീങ്ങിയാൽ സംഗതിയിൽ അവർ വിസിബിൾ ആകും എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു.
ചിലപ്പോൾ 2 ആഴ്ച കൊണ്ടോ 2 വർഷം കൊണ്ടോ പോലും തീർക്കാൻ കഴിയാത്ത യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ മാറിയാൽ ഈ പറയുന്ന ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും നിക്കറ് കീറുന്ന അവസ്ഥ പൂർണ്ണ തോതിലുണ്ടാവുകയും ഒരുപക്ഷെ അത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പൂർണ്ണ തകർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്യും. ഇവരെ ഗുണ്ടകളായി കരുതി എവരാണ് സംരക്ഷിച്ചവർ എന്ന് വിചാരിച്ചിരുന്ന് ഇവരെ കൂലിപ്പട്ടാളമായി ഉപയോഗിച്ചിരുന്ന GCC രാജ്യങ്ങൾ ഇനി അവർക്കും കിട്ടും ഒരു നെഗോസിയേഷൻ പവർ. യവന്മാരൊന്നുമല്ലെന്ന് ഇറാൻ തെളിയിച്ചു കൊടുത്തതോടുകൂടി അത് വെച്ചിനി ഇവർ നെഗോഷിയേറ്റ് ചെയ്യുമോ എന്നാണ് കണ്ടറിയേണ്ടത്. വേഗം സമാധാനത്തിലേക്കെത്തട്ടെ മിഡിൽ ഈസ്റ്റ്, GCC രാജ്യങ്ങളും മടങ്ങിപ്പോണം സ്വാഭാവിക ജീവിതത്തിലേക്ക്. പക്ഷേ ഈ ലോക ഫ്രോഡുകളെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഇറാൻ തയ്യാറാവില്ലെന്ന് തന്നെയാണ് സൂചന.